വിദ്യാർത്ഥിനിയെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമയ്ക്കെതിരെ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട്. അധ്യാപിക വിരമിച്ച ദിവസം സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് കണ്ടെത്തൽ. നടപടിയെടുക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. SFIയുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുകയാണെന്ന് എം രമ ആരോപിക്കുന്നു. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. ഈ ഡോക്ടർ എം രമയെക്കുറിച്ച് മുൻപും വാർത്തകളൊക്കെ വന്നതാണ്. ഈ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന സമയത്ത് കോളേജിൽ വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങൾക്കുൾപ്പെടെ രമ ബൈറ്റ് നൽകിയിരുന്നു. അതിൽ SFIയുടെ നേതാക്കളും ഉണ്ടെന്ന് രമ തുറന്നു പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് ക്യാമ്പസിനകത്ത് വ്യാപകമായി, അതായത് ഡോക്ടർ എം രമയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവരെ ആ ചുമതലയിൽ നിന്ന് മാറ്റുകയും അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ അച്ചടക്ക നടപടിക്കെതിരെ രമ ഹൈക്കോടതിയെ സമീപിക്കുകയും ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിക്കുകയും ഈ അച്ചടക്ക നടപടി സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. എന്നാൽ വീണ്ടും അവരുടെ ഔദ്യോഗിക ജീവിതം അവസാനിക്കാനിരിക്കുക, അതായത് മിനിഞ്ഞാന്ന് അവർ ജോലിയിൽ നിന്ന് വിരമിച്ചു. ആ സമയത്താണ് ഒരു പുതിയ കുറ്റപത്രം 2022 കേസിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുറ്റപത്രം ഇപ്പോൾ സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. ഈ രമ അച്ചടക്ക ലംഘനം നടത്തി സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് സർവകലാശാല സമർപ്പിച്ചിരിക്കുന്നത്. അവർക്കെതിരെ കർശനമായ നടപടി വേണം, വകുപ്പുതല അന്വേഷണം വേണം, വകുപ്പുതല നടപടി വേണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ കേസിനാസ്പദമായ സംഭവം ഇങ്ങനെയാണ്. 2022 കാഞ്ഞങ്ങാട് സ്വദേശിനിയായ ഒരു വിദ്യാർത്ഥിനി ഇവിടെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷനായി വരുന്നു. ഈ സമയത്ത് ആ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി ഡോക്ടർ എം രമ, അന്ന് പ്രിൻസിപ്പളായിരിക്കെ മോശമായി പെരുമാറി അഡ്മിഷൻ നൽകിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ അച്ചടക്ക നടപടിക്ക് കാരണമായി ഈ കുറ്റപത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. എന്തായാലും അതിനെ പാടെ ഈ അധ്യാപിക നിഷേധിക്കുന്നുണ്ട്. ഇത് SFIയുടെ സമ്മർദ്ദങ്ങൾക്ക് സർക്കാർ വഴങ്ങുകയാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വഴങ്ങുകയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പറയുന്നത്. തന്റെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാനുള്ള, അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു തന്ത്രമാണ് ഇത് SFIയും അതുപോലെ തന്നെ സർക്കാരും സ്വീകരിക്കുന്നതും ആരോപണമുണ്ട്. എന്തായാലും രമ ഉടൻ തന്നെ കോടതിയെ സമീപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അരുൺ പാറക്കലാണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്.